ട്രംപ് ഇതുവരെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ ഡീല്. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു, ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോസസ്സ് ഞങ്ങളത് അവസാനിപ്പിക്കുകയില്ല എന്ന നഖശിഖാന്തം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ആ നിലപാടുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ വളരെ ആശങ്കയോടെ ലോകം നോക്കിക്കാണുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ നിലവിൽ അത് ഡയറക്റ്റ് ഒരു ഫൈറ്റ് നടത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു നിലപാട് ആ കാര്യത്തിൽ എന്തായിരിക്കും? ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിന് പിന്തുണ ട്രംപ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അറിയാം, ഇറാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ബോംബുകൾക്കുള്ള യുറേനിയം ഓൾറെഡി എൻറിച്ച് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയ്ക്കും അറിയാം. ഇവരൊന്നും നേരിട്ട് പറയില്ലെങ്കിലും ഇപ്പോഴാണ് അത് അക്നോളജ് ചെയ്തത്, ദേ ഹാവ് ഇനഫ് യുറേനിയം. അപ്പോ എന്തായാലും ഈ ഫർദർ യുറേനിയം എൻറിച്ച്മെന്റ് ഇല്ല. ഇനി ഫർദർ പർപ്പസിന് വേണ്ടിയിട്ട് യുറേനിയം സിവിൽ യൂസിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാം എന്ന് എഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹി വാണ്ട് ടു എക്സോസ്റ്റ് ഓൾ ദ മീൻസ് ടു അവോയ്ഡ് എ വാർ, അവോയ്ഡ് എ സ്ട്രൈക്ക്. അപ്പൊ അതിന് ട്രംപും ഇസ്രായേൽ നെതന്യാഹുവായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് എപ്പോഴാ ഈ ടൈം ലൈൻ തീരണമെന്ന് പറയാൻ പറ്റില്ല. അത് ഒരുപക്ഷെ പല ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം. പലതും ഇറാനിൽ തന്നെ ഒരു അപ്രൈസിങ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോ ഇന്നലെ രാത്രി IRGC ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സമീപത്ത് താമസിക്കുന്ന എല്ലാവരോടും ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഇന്റലിജൻസ് വരുന്നത് ഈ US IRGC സെല്ലുകളിൽ നിന്നും ലണ്ടനിലെ സെല്ലിൽ നിന്നൊക്കെയാണ് ഈ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ള ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആകെ കമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷേ ഇറാനിൽ തന്നെ ഒരു അപ്രൈസിങ്ങിന് സാധ്യത അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ സംശയമുണ്ട്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇസ്രായേൽ എന്തായാലും ഇറാനിന് ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഡെലിവറി സിസ്റ്റം, അവർക്ക് തൽക്കാലം ഇപ്പൊ ഡെലിവറി സിസ്റ്റം ഇല്ല, പ്ലെയിനിൽ ഡെലിവറി ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല, മിസൈലിൽ അവരത് ചെയ്തിട്ടില്ല. പക്ഷെ എൻറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ സ്കെയിലിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ആ സ്റ്റേജിൽ എത്തുന്ന മുമ്പ് ഇസ്രായേൽ എന്തായാലും അവർ അടിച്ചിരിക്കും. അതല്ലെങ്കിൽ ഇറാനിൽ ഒരു അപ്രൈസിങ് ഉണ്ടായി വളരെ അടുത്ത് തന്നെ ആ ഒരു സ്റ്റേജിലേക്ക് ഇറാൻ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, മുള്ളമാരുടെ തൊപ്പി തട്ടിത്തെറിപ്പിക്കല് വളരെ ധൈര്യത്തിലാണ് ചെയ്യുന്നത് പല സിറ്റികളിലും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വാർ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാറിന് ഒഴിവാക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ഒത്തുതീർപ്പും എക്സോസ്റ്റ് ചെയ്തതിനു ശേഷം ഇസ്രായേലിനോട് പോയി തട്ടിക്കൊള്ളാൻ പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്.